ജോണ് എനിക്കൊന്ന് വരവ് യാദൃശ്ചികമായിട്ടുള്ള വരവായിരുന്നു തോന്നുന്നില്ല. അങ്ങനെ സിനിമ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണോ? പ്ലാൻ ചെയ്ത് എനിക്ക് സിനിമ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. പണ്ട് മുതലേ കാസറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ലാലട്ടൻ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി അപ്പം മുതലേ എനിക്ക് സിനിമയോട് പക്ഷേ ഇതുപോലെ അങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഫാമിലിയിൽ അങ്ങനെ ആർക്കും ഒന്നുമില്ലല്ലോ. ഒരു കണക്ഷൻ ഇല്ല. അങ്ങനെ അപ്പൊ ആ ഒരു സിനിമയോടുള്ള ഇഷ്ടം കാരണം ഞാൻ സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ എന്റെയൊക്കെ സമയം ഒന്നെങ്കിൽ കലാപ്രതിഭയാവണം, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ചെയ്യണം. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ മിമിക്രി ഒക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടല്ലാതെ എവിടെയെങ്കിലും പോയി മത്സരിക്കണം ഒന്നും ചെയ്തില്ല. സ്കൂളിൽ നാടകമൊക്കെ ചെയ്യാറ് ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് ഞാൻ അപ്പൊ അതെനിക്കൊരു ബേസ് അന്നൊരു ബേസ് ഉള്ളിൽ എനിക്ക് സിനിമ എന്നുള്ളൊരു പരിപാടി. ഇപ്പം ആക്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, സിനിമയായിരുന്നു. ആക്ടിങ് എനിക്ക് ചെലവഴിക്കുന്നത് തിയേറ്ററിൽ പോകത്തില്ല. സിനിമ ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ അന്ന് മുതൽ സിനിമ ആഗ്രഹമായിട്ട് സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തത്. മോഡലിംഗ് ഞാൻ അതിന് സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കൊച്ചി വന്ന് മോഡലിംഗ് ചെയ്തു. ആ സമയത്ത് കുറെ ഓഡീഷൻ, ആ സമയത്തൊക്കെ ഒരുപാട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ഓഡീഷൻസ് പോകാൻ, അങ്ങനെ ഓഡീഷൻസ് പോയി ശീലമായി. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെയാണ് ഈ പറഞ്ഞ ബിദുമാനിലൊക്കെ. അങ്ങനെ എന്റെ സുഹൃത്തായി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം തട്ടത്തിന്മാരൊക്കെ എനിക്ക് അരുൺ ചന്തു മറ്റേ ഗഗനേര ഡയറക്ടറിന്റെ റൂമേറ്റ് ആയിരുന്നു. അപ്പൊ അവനാണ് എന്നെ തട്ടത്തിന്മരത്തിലേക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യിക്കുന്നതും. അപ്പൊ അങ്ങനെ വന്നു. അപ്പം അങ്ങനെ പോലെ ഇങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടുക ചെയ്തത് ആഗ്രഹിച്ചിട്ട് തന്നെ. ഉറപ്പായിട്ട് ഞാൻ എന്റെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എന്റെ ആഗ്രഹിച്ചിട്ട് ഞാൻ സിനിമ നടൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സിദ്ധാർത്ഥ് പറഞ്ഞു ഇപ്പൊ ചെറുപ്പത്തിൽ സിനിമ അല്ലാതെ വേറെ ഒന്നും മനസ്സിലായില്ല, ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോണ് ഈ പറഞ്ഞ വന്നു, ഓഡിഷൻസ് ചെയ്തു, കുറെ സ്ട്രഗിൾ ചെയ്തു. ഏതൊരു മൊമെന്റിലാണ് ഇനി ഇത് തന്നെയാ ഇതേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുത്തത്? എത്ര സിനിമ കഴിഞ്ഞപ്പോഴാണ്? സിനിമ കഴിഞ്ഞപ്പോഴല്ല, ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ എന്താണ് ചെയ്യാൻ പോവാന്ന്. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കുറച്ചാളൊന്ന് വിട്ടേക്ക്, ഞാൻ നോക്കട്ടെ. പക്ഷെ എന്റെ മനസ്സിൽ മൊത്തം ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഫസ്റ്റ് ക്ലാസ് പാസ്സായി. അപ്പൊ എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പഠിക്കാൻ പോയിട്ട് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല, പഠിക്കുക എല്ലായിടത്തുള്ള എല്ലാ വീട്ടിലുള്ള കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ആവറേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കുറെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി ഒരു സുബ്രാജ് എന്നോട് ഫാദർ പറഞ്ഞു, നീ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ? അതെന്നെ ഹോൾഡ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കേൾക്കുമായിരിക്കും. അങ്ങനെ ഞാൻ പഠിച്ച് പാസ്സായ ശേഷം ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കിനി കുറച്ച് സമയമാണ്, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ. ഞാൻ വന്നിട്ട് ഷിപ്പേഡ് ജോലി ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഡിവിഷനും കാരണം മോഡലിംഗ് ഒക്കെ ചെയ്തു. 2010 ആ സമയം പോലെ സിനിമയാണ് എന്റെ ഫോക്കസ്. അപ്പൊ തന്നെ ഉറപ്പിച്ചു ഇനി തന്നെ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചു. സിനിമയാണ് പറഞ്ഞു. ഇപ്പൊ സിദ്ധാർത്ഥ് ഡയറക്ടറും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലല്ലോ? ഇതല്ലല്ലോ ഞങ്ങൾ കുറെ പരിചയമുണ്ട്. അല്ല, അടുത്ത സുഹൃത്തിന്റെ നെയ്ബർ ആയിരുന്നു. അങ്ങനെ അപ്പൊ ഈ ആളൊരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഈ ഒരുമിച്ച് അഭിനയിക്കുമ്പോ നിങ്ങൾ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇതിൽ നമ്മുടെ ഒരു സംവിധായകൻ കൂടി നടനാവുമ്പോൾ എന്താണ് ആളുടെ ഒരു ക്വാളിറ്റി? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചേട്ടൻ ഇടയ്ക്ക് നോക്കും. ചേട്ടൻ ഇപ്പൊ ഞാനിത് ചെയ്തോണ്ടിരിക്കും, ചേട്ടൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാൻ നോക്കി എടാ കൊള്ളാം ചേട്ടാ, ആക്ടറല്ല ഡയറക്ടറായിട്ട് ഇല്ലടാ കൊള്ളാം നീ നല്ലതെന്ന് പറയും. അതല്ലാതെ എനിക്ക് ചേട്ടൻ വേറെ എനിക്ക് അങ്ങനെ ഒരു ഡയറക്ടറിനുള്ളൊരു റെസ്പെക്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ജെല്ലുണ്ട്. ഞാൻ ചേട്ടനായിട്ട് എനിക്ക് ഭയങ്കര കമ്പനിയാണ്. എന്ത് കാര്യം ചോദിക്കാം, ഞാൻ എന്ത് പൊട്ടത്തരം ചോദിക്കാനുണ്ട്. ചേട്ടൻ അതുപോലെ എന്റെ അടുത്ത്